ഹലോ കൂട്ടുകാരെ, അങ്ങനെ മഴ തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ബാലേന്ദ്രൻ വൈജയന്തിയുടെ ഭൂതകാലം അറിയുന്ന എപ്പിസോഡാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ അലീനയെ കാണാൻ കൃഷ്ണമോളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. കൃഷ്ണമോൾക്കാണെങ്കിൽ അലീനേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അലീനയ്ക്ക് കഴിക്കാൻ ചോക്ലേറ്റ്സൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട്. രാത്രി നമുക്ക് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാൻ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് അലീനയോട്. അലീനയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണമോളെ അടുത്തിരുത്തിയിട്ട് ബാലേന്ദ്രനും മനുവും വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. മനു നേരെ കൊല്ലപ്പള്ളിയിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് ഹരിയെ തല്ലി ചതയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കമലയുടെ മുന്നിൽ എല്ലാ സത്യങ്ങളും ഹരിയെ കൊണ്ട് തന്നെ പറയിക്കുന്നുണ്ട് മനു. സത്യങ്ങളൊക്കെ അറിയുമ്പോൾ കമലയാകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന പിറ്റേ ദിവസം രേവതിക്കുട്ടീനെ വിളിക്കുന്നുണ്ട് ഫോണിൽ. നടന്ന സംഭവങ്ങളൊക്കെ രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട് കേട്ടോ. മനുവിനോട് പറഞ്ഞ അതേപോലെ തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഈ സത്യങ്ങളൊക്കെ പോലീസിനോട് പറയായിരുന്നില്ലേ? അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെ ചെയ്താൽ രോഹിത് ജയിലിലാവില്ലേ? അവൻ്റെ സ്വന്തം അനിയനല്ലേ, അവൻ്റെ ഭാവി പോവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അലീന. പക്ഷേ ഇതൊക്കെ ബാലേന്ദ്രൻ പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ആരാണെന്നുള്ള സത്യമൊക്കെ ബാലേന്ദ്രൻ അങ്ങനെ തിരിച്ചറിയാണ്. ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.